ആകെ 27 നക്ഷത്രങ്ങളാണല്ലോ ഉള്ളത്. ആ 27 നക്ഷത്രങ്ങളെ പല രീതിയിൽ തരംതിരിക്കാറുണ്ട്. അതിലൊരു രീതിയാണ് ഈ ഗണമായിട്ട് തരംതിരിക്കുന്നത്. അതായത് ദേവഗണം, മനുഷ്യഗണം, അസുരഗണം. വിജിത് നക്ഷത്രത്തെ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ലേ. വിവാഹ പൊരുത്തത്തിൽ ഗണപ്പൊരുത്തവും വളരെ പ്രധാനമാണ്. നമ്മൾ 10 പൊരുത്തങ്ങളിൽ നോക്കുന്നത് വേദിക് അസ്ട്രോളജിയിലേക്ക് 8 പൊരുത്തം, അതായത് അഷ്ടകൂട് വില എന്നാണ് പറയാറ്. അതിൽ ഗണപ്പൊരുത്തത്തിന് 6 പോയിന്റ്സ് ആണ് നൽകിയിട്ടുള്ളത്. ഇത് 3 ലോകങ്ങളെ പ്രതിനിധീകരിക്കുന്നു. അതായത് സ്വർഗം, ഭൂമി, നരകം. ലോകത്തിൽ ദേവന്മാരും ഭൂമിയിൽ മനുഷ്യരും നരകത്തിൽ പാതാളത്തിൽ അസുരന്മാരും ജീവിക്കുന്നു. ഓരോ ഗണത്തിലും 9 നക്ഷത്രങ്ങളാണ്. നമ്മൾക്ക് ആദ്യം രാക്ഷസ ഗണത്തിൽപ്പെട്ട നക്ഷത്രങ്ങളെ കുറിച്ച് നോക്കാം. ഓർക്കുക, ഒരു നക്ഷത്രത്തിന്റെ ഒരേ പാദത്തിൽ ജനിച്ചവർ തമ്മിൽ പോലും വ്യത്യാസങ്ങൾ കാണും. അപ്പോൾ 9 നക്ഷത്രങ്ങളെ ഒന്നിച്ച് പറയുമ്പോൾ ഒരുപാട് വ്യത്യാസങ്ങൾ കാണും. ഇതിൽ പൊതുഫലമാണ് നമ്മൾ പറയാറ്. രാക്ഷസ ഗണത്തിൽ പെടുന്ന നക്ഷത്രങ്ങൾ കാർത്തിക, ആയില്യം, മകം, ചിത്തിര, വിശാഖം, തൃക്കേട്ട, മൂലം, അവിട്ടം, ചതയം ഇവയാണ്. പൊതുവായ സ്വഭാവമാണ് പറയുന്നത്. ഇവരെല്ലാം തന്നെ കടുംപിടുത്തം കൂടുതലുണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതായത് അവര് പറയുന്നത് വിജയിക്കണം, അങ്ങനെ ഒരു കടുംപിടുത്തം ഇവരിൽ മിക്കവരിലും കാണാൻ പറ്റും. ചെറിയ കാര്യങ്ങളിൽ പോലും വഴക്കിടുന്ന ഒരു പ്രവണത കാണാം. അതുപോലെ ആണെങ്കിൽ ഇവർക്ക് ദേഷ്യം പെട്ടെന്ന് വരും. സ്വാർത്ഥത അല്പം കൂടിയിരിക്കും. മറ്റുള്ളവരുടെ കാര്യത്തെക്കാൾ സ്വന്തം കാര്യങ്ങൾക്ക് മുൻതൂക്കം കൊടുക്കുന്നവരായിരിക്കും. ഏത് പ്രതിസന്ധികളെയും തരണം ചെയ്ത് വിജയത്തിലെത്തണമെന്നുള്ളൊരു പ്രത്യേക വാശി ഇവർക്ക് കാണും. അതുതന്നെ ജീവിത വിജയത്തിന് വളരെ നല്ലതാണേ. എല്ലാവരെയും പോലെ ഇവർക്കും ജീവിതത്തിൽ പല പ്രതിസന്ധി ഘട്ടങ്ങളും വരും. അപ്പോൾ അതിനെയെല്ലാം വളരെ മനോധൈര്യത്തോടെ ഇവർ നേരിടുന്നതായി കണ്ടിട്ടുണ്ട്. അതുപോലെ ഇവർക്ക് പ്രത്യേകമായിട്ടൊരു ലക്ഷ്യബോധം കാണും ജീവിതത്തിൽ. പലർക്കും അവനവനോട് തന്നെ ദേഷ്യം തോന്നുന്ന പല സന്ദർഭങ്ങളും ഉണ്ടായേക്കാം. പലരും റിബലുകളെ പോലെയൊക്കെ പെരുമാറാറുണ്ട്. അതുപോലെ അസൂയ കൂടിയിരിക്കും. ഇവരിൽ നേതൃപാടവം കൂടുതലായിരിക്കും. അതുകൊണ്ട് തന്നെ പൊളിറ്റിക്സിലൊക്കെ ഉള്ളവർ കുറേ പേര് ഇങ്ങനെ ഈ രാക്ഷസ ഗണത്തിൽ പെടുന്നവർ കാണാം. പെട്ടെന്ന് ദേഷ്യം വരുന്നവരായിരിക്കും. മറ്റുള്ളവരെ അടക്കി ഭരിക്കാനുള്ള ഒരു പ്രവണത ഇവരിൽ കാണാം. മറ്റുള്ളവർ ഉപദേശിക്കുന്നതോ അല്ലെങ്കിൽ സമൂഹത്തിൻ്റെ ഇങ്ങനെ ഈ പാരമ്പര്യ രീതികളൊക്കെ ഇല്ലേ, അത് പിന്തുടരുന്നതൊക്കെ ഇവർക്ക് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമായിരിക്കും. ഒരു കാര്യം തീരുമാനിച്ചാൽ അതിൽ നിന്ന് ഇവരെ പിന്തിരിപ്പിക്കാൻ വളരെയധികം പ്രയാസമായിരിക്കും. അതുപോലെ മത്സര ബുദ്ധി കാണും വളരെയധികം. മറ്റുള്ളവരെക്കാളും തങ്ങൾക്ക് എല്ലാം വേണമെന്നുള്ളൊരു ചിന്താഗതി കാണും. 10 പൊരുത്തങ്ങളിൽ ഗണപ്പൊരുത്തവും പ്രധാനമാണ്. പലപ്പോഴും കോപം നിയന്ത്രിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം ഇവരുടെ ജീവിതത്തിൽ ഉണ്ടാകാം. ഇവരോട് തർക്കിക്കാൻ പോയാൽ ഇവരുടെ ഭാഗം മാത്രമേ ന്യായീകരിക്കത്തുള്ളൂ, മറ്റുള്ള ഒന്നും നോക്കത്തില്ല. അതുപോലെ ഇവരുമായിട്ട് കോംപ്രമൈസും പേഴ്സണൽസും ഒക്കെ ഇച്ചിരി കൂടുതലായതുകൊണ്ട് തന്നെ ഈ ഗണത്തിൽപ്പെട്ടവരുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ വളരെയധികം പ്രയാസമായിരിക്കും. എല്ലാ ക്ഷേത്രത്തിലും നവഗ്രഹ പ്രതിഷ്ഠ കാണത്തില്ലേ, അപ്പോൾ അവിടെ ആരാധന നടത്തുന്നതൊക്കെ ഈ ദോഷം വളരെയധികം കുറയ്ക്കാൻ സഹായിക്കും. അസുരഗണത്തിൽ ജനിച്ചവരുടെയും ദേവഗണത്തിൽ ജനിച്ചവരുടെയും സ്വഭാവങ്ങൾ 2 ധ്രുവങ്ങളിലായിരിക്കുമല്ലോ. അപ്പോൾ ഇവർ തമ്മിൽ കല്യാണം കഴിക്കുന്നത് അത്ര നല്ലതല്ല, അധമമാണ് കൊടുത്തിരിക്കുന്നത്. അഥവാ വിവാഹപ്പൊരുത്തത്തിൽ ഇത് ഒരു ദോഷമായിട്ട് കാണുകയാണെങ്കിൽ നമ്മൾ നവഗ്രഹ പ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിലൊക്കെ പോയി പ്രാർത്ഥിക്കുകയും ഫലം വയ്ക്കുകയൊക്കെ ചെയ്യുന്നതും, കറുത്ത എള്ള്, പിന്നെ കടുക്, കറുത്ത നിറത്തിലുള്ള വസ്ത്രങ്ങൾ ദാനം ചെയ്യുന്നത് നല്ലതാണ്. ശനിമന്ത്രങ്ങളും ചെല്ലുന്നത് നല്ലതായിരിക്കും. പിന്നെ നവഗ്രഹങ്ങളുടെ പ്രതിഷ്ഠയൊക്കെ ആയതുകൊണ്ട് നവഗ്രഹ പൂജയ്ക്ക് പ്രത്യേകമായിട്ടുള്ള സാഹചര്യം ഒരുക്കണം. രാക്ഷസഗണത്തിൽപ്പെട്ടവർ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് പോലും വഴക്കിടുന്നവരാണെന്ന് പറയുന്നില്ലയോ. അതുപോലെ തന്നെ ഇവരെ കോംപ്രമൈസിലെത്തിക്കാനും വളരെയധികം പ്രയാസമാണ്. ഗണപ്പൊരുത്തം ഇല്ലാത്ത ജാതകങ്ങളുണ്ടെങ്കിൽ പ്രത്യേകമായിട്ടുള്ള വഴിപാടുകളൊക്കെ ശിവന് ധാര, അതുപോലെ കൂവളമാല, അതുപോലെയൊക്കെയുള്ള വഴിപാടുകൾ ചെയ്താൽ മതി. മിക്കവർക്കും കാര്യങ്ങളെ മുൻകൂട്ടിൽ കാണാനുള്ള ഒരു പ്രത്യേക കഴിവ് കാണും. അതുപോലെയാണെങ്കിൽ മറ്റുള്ളവരെ നിയന്ത്രിക്കാനുള്ള കഴിവും കാണും. വിവാഹം കഴിച്ചു കഴിഞ്ഞിട്ടാണ് ഇങ്ങനെ ഗണപ്പൊരുത്തം കാണുന്നില്ല, അല്ലെങ്കിൽ വിവാഹത്തിന് മറ്റുള്ള പൊരുത്തങ്ങളുകൊണ്ട് ഗണപ്പൊരുത്തം പറ്റുന്നില്ലെങ്കിൽ കുഴപ്പമില്ല. അതിന് പ്രത്യേക വഴിപാടുകളൊക്കെ ചെയ്താൽ മതി. വഴിപാടുകൾ ചെയ്യാൻ മറക്കരുത്. ഉള്ള ഫലങ്ങളെല്ലാം ഓരോ നക്ഷത്രത്തിനനുസരിച്ച് വ്യത്യാസം വരും. നക്ഷത്രത്തിൽ തന്നെ പാദങ്ങളനുസരിച്ചും ഒക്കെ വ്യത്യാസം വരും. രാശിനാഥനും ഒക്കെ എൻ്റെ പൊസിഷനും ഒക്കെ നോക്കിയിട്ട് വേണം ഇങ്ങനെയൊക്കെ പറയാൻ. അതുകൊണ്ടാണ് നക്ഷത്രങ്ങളെക്കുറിച്ച് പറയാത്തത്.
പിന്നെ ഈ നവഗ്രഹങ്ങളെ പ്രീതിപ്പെടുത്താനായിട്ട് ആ ഗ്രഹങ്ങളുടെ മന്ത്രങ്ങളൊക്കെ ചെല്ലുന്നത് നല്ലതാണെന്ന് പലരും പറയാറുണ്ട്. അതൊക്കെ നമ്മൾ സൂക്ഷിച്ച് വേണം ചെയ്യാൻ. ഈ ചില ഗ്രഹങ്ങൾ നമ്മുടെ ജാതകത്തിൽ വളരെ ബലമുള്ളതാണെങ്കിൽ പിന്നീട് ആ മന്ത്രം കൂടെ ചെല്ലുമ്പോൾ ഈ ബലം അങ്ങ് കൂടിയിട്ട് പ്രശ്നങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ അമ്പലങ്ങളിലെ വഴിപാടുകളായിരിക്കും നല്ലത്. പ്രത്യേകിച്ച് നവഗ്രഹ പ്രതിഷ്ഠയൊക്കെയുള്ള ക്ഷേത്രങ്ങളിലൊക്കെ വഴിപാടുകളൊക്കെ ചെയ്യുന്നതും പിന്നെ എല്ലാ ദോഷങ്ങളെയും അകറ്റുന്നത് ശിവാരാധനയാണ്. അതുകൊണ്ട് ഭഗവാനെ എത്രയും പ്രാർത്ഥിക്കുന്നു അത്രയും ദോഷങ്ങൾ കുറഞ്ഞുകൊണ്ടിരിക്കും. പിന്നെ ഇങ്ങനെ ജ്യോതിഷപരമായ കാര്യങ്ങളൊക്കെ വായിക്കുകയും അത് കേൾക്കുകയൊക്കെ ചെയ്യുന്നത് കൊണ്ട് ദോഷങ്ങൾ വളരെയധികം കുറയും. ഓം നമഃ ശിവായ.